നമ്മുടെ എല്ലാം ജീവിതം കുറേയേറെ ബന്ധങ്ങളുടെ നടുവിലാണ്. നമ്മോട് ബന്ധമുള്ള ഓരോ വ്യക്തിയും ഗുണങ്ങളും പോരായ്മകളും ഉള്ളവരാണെന്ന് നാം മനസ്സിലാക്കണം. ബന്ധങ്ങൾ ഒരിക്കലും ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാകരുത്. അത് മനുഷ്യനോടായാലും ദൈവത്തോടായാലും. കൊടുക്കൽ വാങ്ങലുകൾക്കപ്പുറം ഹൃദയബന്ധമാണ് അവിടെ ഉണ്ടാവേണ്ടത്. മറ്റൊരാൾ നിങ്ങളോട് ചെയ്യരുത് എന്ന് ആഗ്രഹിക്കുന്നത് നിങ്ങൾ മറ്റുള്ളവരോടും ചെയ്യരുത്. അത്രയുള്ളൂ മനുഷ്യബന്ധങ്ങളിലെ ഏറ്റവും വലിയ നീതി. എന്താണ് ജീവിതത്തിൽ ഏറ്റവും വലിയ സൗഭാഗ്യം? നിറഞ്ഞു കവിഞ്ഞ സൗന്ദര്യമോ അളവറ്റ സമ്പാദ്യമോ അല്ല, അത് മനസ്സമാധാനം നിറഞ്ഞ ജീവിതമാണ്. നിങ്ങളുടെ സ്വഭാവമാണ് നിങ്ങൾക്ക് ഭംഗി നൽകുന്നത്. ജീവിതത്തിൽ പണത്തേക്കാൾ വലിയ ചില സമ്പാദ്യങ്ങളുണ്ട്. അതാണ് നല്ല ബന്ധങ്ങൾ. നമ്മളെ മനസ്സിലാക്കുന്ന, നമ്മുടെ തെറ്റുകളും കുറവുകളും മനസ്സിലാക്കി നമ്മുടെ കൂടെ ചേർന്ന് നിൽക്കുന്ന ചിലരുണ്ട്. അവരെ ചേർത്ത് നിർത്തുക, അതാണ് യഥാർത്ഥ സമ്പാദ്യം. നിങ്ങൾക്ക് ഏറ്റെടുക്കാവുന്നതിൽ ഏറ്റവും വിഷമകരമായ ജോലിയാണ് സ്വയം നിയന്ത്രിക്കുക എന്നത്. നല്ല ആത്മനിയന്ത്രണമുള്ള ആളുകൾ അവരെ പ്രലോഭിപ്പിക്കുന്ന സാഹചര്യങ്ങളിൽ സമയം ചെലവിടാറില്ല. കാരണം പ്രലോഭനത്തെ അതിജീവിക്കുന്നതിലും എളുപ്പം അതിനെ ഒഴിവാക്കുന്നതാണ്. ചിലപ്പോഴൊക്കെ വിഡ്ഢികളെ പോലെ ആവുന്നത് നല്ലതാണ്. എല്ലാം മനസ്സിലായാലും ഒന്നും മനസ്സിലാകാത്ത പോലെ സ്വയം അങ്ങ് നടിക്കണം. ചില ബന്ധങ്ങൾ നിലനിർത്താൻ അത് നല്ലതാണ്. ഒരാളെ വേദനിപ്പിക്കുന്നത് കടലിലേക്ക് ഒരു കല്ലെറിയുന്നത് പോലെ നിസ്സാരമായി തോന്നാം. എന്നാൽ ആ വേദന എത്ര ആഴങ്ങളിലേക്ക് പോകുന്നു എന്ന് ആരും അറിയുന്നില്ല, വേദനിക്കുന്നയാൾക്കൊഴികെ. പെട്ടെന്നുള്ള ദേഷ്യം കൊണ്ടും പ്രത്യേക മാനസികാവസ്ഥയിലും ഒരാൾ പറഞ്ഞ വാക്കുകൾ ഓർത്ത് അയാളെ വെറുക്കരുത്. മനുഷ്യരാണ്, തെറ്റുപറ്റും. അതൊക്കെ ക്ഷമിച്ചും സ്നേഹിച്ചും കഴിയുന്നതാണ് ജീവിതം. നമ്മളൊരു ബന്ധത്തെ വിലകുറച്ച് കാണുകയോ അല്ലെങ്കിൽ അമിത പ്രാധാന്യം നൽകുകയോ ചെയ്യുമ്പോഴാണ് ബന്ധങ്ങളിൽ ഏറ്റവും കൂടുതൽ വിള്ളൽ വീഴുന്നത്. മനുഷ്യരുടെ തോന്നലുകളാണ് ആദ്യം മാറേണ്ടത്. ഞാൻ ചിന്തിക്കുന്നത് മാത്രമാണ് ശരി എന്നുള്ള തോന്നൽ. മനസ്സ് തുറന്നുള്ള സംസാരങ്ങളിൽ തീരേണ്ട പല പ്രശ്നങ്ങളും മനസ്സിൽ വെച്ചുള്ള ചിന്തകൾ കൊണ്ട് വഷളായിത്തീരും. ഇന്ന് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. നാളെ എന്നത് ഒരു വിശ്വാസം മാത്രമാണ്. ഒരു വാക്കായാലും ഒരു ചിരിയായാലും പിന്നീടാകട്ടെ എന്ന് കരുതി ഒരിക്കലും മാറ്റിവെക്കരുത്. പിന്നീട് കൊടുക്കുവാൻ നമ്മളോ വാങ്ങാൻ അവരോ ഉണ്ടാകണമെന്നില്ല. അംഗീകാരമായാലും ആദരവായാലും ചോദിച്ചു വാങ്ങാതിരിക്കുക. തേടി വരുന്നതിനെ വിലയുണ്ടാകൂ. മറ്റുള്ളവരുടെ അവകാശങ്ങളെ ലംഘിക്കാതെ ആവശ്യമുള്ളതെല്ലാം നേടിയെടുക്കുന്നവരെയാണ് നല്ല മനുഷ്യൻ എന്ന് വിളിക്കുന്നത്. സ്നേഹം ഒരു വാക്കല്ല, അതൊരു അനുഭവമാണ്. പ്രതിഫലം ആഗ്രഹിക്കാതെ മറ്റൊരാൾക്ക് നൽകാൻ സാധിക്കുന്ന ഏറ്റവും വിലപിടിപ്പുള്ള സമ്മാനം. ജീവിക്കുന്നത് സ്വയം സന്തോഷിക്കുവാൻ വേണ്ടി മാത്രമല്ല, മറ്റുള്ളവരെ കൂടി സന്തോഷിപ്പിക്കാൻ കൂടിയാവണം. എന്നാലേ ജീവിതം മനോഹരമാവുകയുള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്യുക. കൂടുതൽ നല്ല അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം.